മഹത്വപ്പെടുത്തിയാട്ടെ. വളരെ ദൈവസാന്നിധ്യം, വളരെ വളരെ വലിയ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല അന്തരീക്ഷത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ ദൈവം തൊടുന്ന അടുത്തൊരു ദിവസമാണ്. നിങ്ങളെ കർത്താവ് സന്ദർശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. അതിന് അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ അയച്ചു തന്നിരിക്കുന്ന വിശുദ്ധ തിരുലിഖിതവും കൂടെ ഉള്ളതുകൊണ്ട് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. പ്രൈസ് ടു ജീസസ്. കർത്താവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ. നമുക്ക് വേഗത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 2 മുതൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാള് മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പരാജയമില്ലാത്ത ഒരാത്മീയ ജീവിതം എന്ന് മാത്രമല്ല ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ മുകളിൽ ഓരോ ദിവസവും താഴ്ചയല്ല, ഉയർച്ച മാത്രം പ്രാപിക്കാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയെ ഈ വചനം എടുത്തു കാണിക്കുന്നു. ഈ സുവിശേഷം മുഴങ്ങിയതാണ് കൊലോസ്യ സഭ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വേറെ ഒരു മന്ത്രമല്ല, മായാജാലമല്ല, വേറെ ഒരു മായ പ്രവൃത്തിയുമല്ല. ദൈവത്തിൻ്റെ സത്യവചനം കൊലോസ്യയിലുള്ള എല്ലാവർക്കും അല്ല, വചനം കേൾക്കാൻ തുറന്ന് കിട്ടിയ ചിലതുങ്ങളെ ഫലം കായ്ച്ചും തീർന്നില്ല, ദിനം പ്രതി വർദ്ധിച്ചും വരുന്ന ഒരു വാർത്ത എപ്പഫ്രാസ് മുഖാന്തരമായി പൗലോസ്ലീഹ കേട്ടു. പ്രൈസ് ടു ജീസസ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ വചനം ജീവിതത്തിൽ അനുവദിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ വളർച്ച. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരുവൻ്റെ വളർച്ച, ആർക്കും തടയാൻ കഴിയാത്ത നിലയിലുള്ളൊരു വളർച്ച ഈ വേദപുസ്തകം നിന്റെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. ആർക്കും തടയാൻ കഴിയാത്ത തരത്തിലുള്ള ഉയർച്ച ഈ സത്യവചനം ഒരുവൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കി തരും. ഇന്ന് താങ്കളും ഈ ദൈവവചനം വിശ്വസിച്ച് തുടങ്ങുകയാണെങ്കിൽ, താങ്കളും ഇന്ന് വരെ കൊടുത്തിരുന്നൊരു സ്ഥാനത്തെക്കാളും അടുത്ത ഒരു ഹൃദയത്തിൻ്റെ സ്പേസ് നിങ്ങൾ ഈ ദൈവവചനത്തിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മറിയും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. വചനം ഞാൻ ഒന്നും കൂടെ വായിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. ദൈവത്തിന് പൗലോസ് സ്തോത്രം ചെയ്യാനുള്ള കാരണം ഈ കൊലോസ്യയിലുള്ള ജനത്തെക്കുറിച്ച് കേട്ട കേൾവിയെക്കുറിച്ചുള്ള അത്ഭുതം കൊണ്ടാണ്. ഇവർക്കുണ്ടായ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ ഇവർ വിശ്വസിച്ചതിന് ശേഷം ക്രിസ്തു യേശുവിലുള്ള ഇവരുടെ വിശ്വാസത്തിൻ്റെ വർധനവ് 1. 2,
സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഇവരുടെ പ്രത്യാശയെക്കുറിച്ചുള്ള ഇവരുടെ പ്രത്യാശ. 3, ഇവരുടെ ഉള്ളിൽ നിന്ന്, ജഡത്തിൽ നിന്നല്ല ആത്മാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹം. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വചനം സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ ആത്മീയ പുരോഗതി ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ സ്വാധീനം വെളിപ്പെട്ടതുകൊണ്ടാണ് പലയിടങ്ങളിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ കഴിയുന്നത്. പലരെയും നിങ്ങൾക്ക് ഇപ്പോഴും ശത്രുസ്ഥാനത്ത് കാണാൻ കഴിയുമെങ്കിലും നിങ്ങൾ അവരെ ഇപ്പോഴും മിത്രമായി എണ്ണിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രത്യാശയെക്കുറിച്ചുള്ളൊരു അറിവ്. മനുഷ്യനിൽ വ്യാപരിക്കുന്നതല്ല, മനുഷ്യനിൽ ഉള്ള അവൻ്റെ നൈസർഗിക സ്വഭാവമല്ല, മനുഷ്യനിൽ വ്യാപരിക്കുന്നതും മനുഷ്യനെ സ്വാധീനിക്കുന്നതുമാകുന്ന ചില ആത്മപ്രവൃത്തികളാണ് ഒരുവനെ ദോഷക്കാരനും പാപിയുമാക്കി മാറ്റുന്നത് എന്നുള്ള മഹത്തായ സത്യം ഒരാത്മീയൻ തിരിച്ചറിയുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യേക ശക്തി അവൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ എൻ്റെ ദൂതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായാലേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ടു ദ സെയിൻസ്, ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം ഗാഡ് അവർ ഫാദർ. സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന, പ്രോമിസ് ചെയ്തിരിക്കുന്ന കൃപ, സമാധാനം, ഈ 2 കാര്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിംഗ് ആണ്. ഇതൊരു ആശീർവാദമാണ്. ശരിക്കും കൊലോസ്യ സഭയ്ക്ക് പൗലോസ് നൽകുന്നത് ഒരു ആശീർവാദമാണ്, ഒരു അനുഗ്രഹാശിസ്സുകളാണ് ഈ നൽകുന്നത്. ഒരു അനുഗ്രഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് വർദ്ധിച്ചു വരണം. ഇപ്പം ഇല്ല എന്നല്ല, ഈ ദൈവത്തിൻ്റെ കൃപയും ഈ ദൈവത്തിൻ്റെ സമാധാനവും ഈ കൊലോസ്യ സഭയ്ക്കുള്ളതിൻ്റെ എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും ഇപ്പോൾ പൗലോസ് എപ്പഫ്രാസ് മുഖാന്തരമായി അറിഞ്ഞിരിക്കുകയാണ്. ആ അറിഞ്ഞതാണ് അദ്ദേഹത്തെ ഒരു ലേഖനം എഴുതി ഇവരെ അനുഗ്രഹിക്കാൻ പ്രേരിപ്പിച്ചത്. സോ ഇവർക്ക് ഉണ്ടായ ദൈവകൃപയും ഉണ്ടായ ദൈവസമാധാനവും വർദ്ധിക്കണം യേശുവിൻ്റെ നാമത്തിൽ. സഹോദര, നിങ്ങൾക്ക് 2000-ൽ ദൈവകൃപ ഉണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം. 2020 നിങ്ങൾക്ക് ലഭിച്ച ദൈവിക സമാധാനം ഇന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ 2024 എത്തി നിൽക്കുമ്പോൾ, അതിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ദൈവകൃപ കുറയുകയല്ല, നിങ്ങൾ അനുഭവിച്ച ദൈവിക സമാധാനം കുറയുകയല്ല, നിങ്ങൾ അനുഭവിച്ച ദൈവശക്തി കുറയുകയല്ല, അതിനകത്തൊരു വർധനവ് ഉണ്ടാകണം. ഒരാത്മീയനെ കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച ദൈവിക സമാധാനത്തിനകത്ത് വർധനവുണ്ടാകണം. അവൻ ദൈവത്തിങ്കൽ നിന്ന് ചോദിച്ചു വാങ്ങിയ കൃപകൾക്കകത്ത് വർധനവുണ്ടാകണം. അവൻ്റെ മേൽ ദൈവം പകർന്ന ദൈവശക്തിക്കകത്ത് വർധനവുണ്ടാകണം. അവൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ഇംപാർട്ടേഷനകത്ത് വർധനവുണ്ടാകണം. എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിന് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? കൊലോസ്യ സഭയെ, നിങ്ങൾ ആദ്യം ജാതികളെ പോലെ ആയിരുന്നു, എന്നാൽ നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ കൃപാ സമാധാനത്താൽ നിങ്ങളിൽ ഒരു വർധനമുണ്ടായി എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾക്ക് സഭ വർദ്ധിക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ സഭയ്ക്കകത്ത് അംഗങ്ങൾ വർദ്ധിക്കുന്നു എന്ന് കേൾക്കുന്നു. ഒരു വർധനവിന്റെ സാക്ഷ്യമാണ് ഞാൻ എപ്പഫ്രാസ് മുഖാന്തരമായി കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ കേട്ട ഈ സുവർത്തമാനം, ഞാൻ കേട്ട നിങ്ങളുടെ വർധനവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളിൽ കുറയരുത്.
യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഒത്തിരി പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിലും അറിയാം, അല്ലാത്തതുമായിട്ട് എനിക്കറിയാം. ആദ്യം ഉണ്ടായിരുന്ന ഒരു ദാഹം ഇപ്പോൾ ഇല്ല, ആദ്യം ഉണ്ടായിരുന്ന ശക്തി ഇപ്പോൾ ഇല്ല, ആദ്യം ഉണ്ടായിരുന്ന ഒരു ശുഷ്കാന്തി ഇപ്പോൾ ഇല്ല, ആദ്യം ഉണ്ടായിരുന്ന ഒരു ദൈവത്തിനു വേണ്ടി കത്തണമെന്നുള്ളൊരു ദാഹം ഇപ്പോൾ ഇല്ല, ആദ്യ ദൈവസ്നേഹം ഇപ്പോൾ ഇല്ല. അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. അവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയുന്നു ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളെ കുറിച്ചായിരിക്കും, അവർക്ക് വളരാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ചായിരിക്കും, അവർക്ക് അനുഭവിക്കുന്ന മടുപ്പിനെ കുറിച്ചായിരിക്കും. എന്തോ അവരുടെ മേൽ ദൈവം പകർന്ന ദൈവസമാധാനം ആ സാഹചര്യങ്ങൾക്ക് എടുത്തു കളയാൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ മേൽ ദൈവം പകർന്ന ഒരു ദൈവശക്തി ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് ആമേൻ ആമേൻ എടുത്തു കളയാൻ കഴിഞ്ഞെങ്കിൽ, അവരനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം, പ്രാർത്ഥനയുടെ ജീവിതം, പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ, പിശാചനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ദിവസങ്ങൾക്കാണെങ്കിലും സാഹചര്യങ്ങൾക്കാണെങ്കിലും സമ്മർദ്ദത്തിനാണെങ്കിലും അവരെ ആത്മസാന്നിധ്യത്തിൽ നിന്ന് തള്ളി നീക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇതിനകത്ത് ദൈവസഭ ഉണർന്ന് ചിന്തിക്കണം. ഇന്നലെ അത് അവർക്കാണെങ്കിൽ ഇന്നത് നമ്മളെ തൊട്ടുകൂടാ എന്നില്ല. സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റി തിരിഞ്ഞു നടക്കുമ്പോൾ ആമൻ അവരെ തൊട്ട കാറ്റ് നിന്നെ തൊടരുത്, യൂദയെ തൊട്ട കാറ്റ് നിന്നെ തൊടരുത്, ഭാവിയെ തൊട്ട കാറ്റ് നിന്നെ തൊടരുത്, പ്രാർത്ഥനയെ അവൻ തുച്ഛീകരിച്ചവനെ തൊട്ട കാറ്റ് നിന്നെ തൊടരുത്, കെട്ടിഞ്ഞാന്ന് ചത്തവനെ തൊട്ട കാറ്റ് നിന്നെ തൊടരുത്. യേശുവിന്റെ നാമത്തിൽ പൗലോസ് ജനത്തെ ആശീർവദിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദുഷ്ടക്കാറ്റ് നിന്നെ തൊടരുത്, എന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കപ്പലിനെ ഇടംബലം വെട്ടിത്തിരിക്കുന്ന കാറ്റ് നിന്നെ തൊടരുത്, നിന്റെ ആത്മീയ ജീവിതത്തെ ഉലയ്ക്കുന്ന കാറ്റ് നിന്നെ തൊടരുത്. ആമേൻ ആമേൻ ആമേൻ. ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ആമേൻ ആമേൻ ആമേൻ. യെരിഹോവിന്റെ ദൈവം, യേശുവിന്റെ ദൈവം ഒരു മനുഷ്യനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ദൈവിക അനുഗ്രഹം അവന്റെ മേൽ ഉണ്ടാകണം, ദൈവിക അനുഗ്രഹം അവന്റെ മേൽ ഉണ്ടാകണം, ദൈവിക അനുഗ്രഹം അവന്റെ മേൽ ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ ആ അനുഗ്രഹത്തെ ശാപമാക്കി മാറ്റുന്ന എല്ലാ വാക്കിനെയും ഞാൻ ശാസിക്കുന്നു. നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോ പുറകെ നിന്നെ ശപിക്കുന്ന ഒരു വാക്ക് നിന്നെ ഫോളോ ചെയ്യുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ശാപവാക്കിനെ കട്ട് ചെയ്യുന്നു. ജീസസ് കൊലോസ്യ സഭയെ കുറിച്ച് ഒരു ഭയങ്കര സാക്ഷ്യമാവുള്ളത് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ ഓൺലൈൻ ചർച്ചിനെ കുറിച്ച് അസാധാരണമാകുന്ന സാക്ഷ്യങ്ങൾ ഉളവാകാൻ പോകുന്നു. ആമേൻ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണോ ഇത് ഒരു ഫിസിക്കൽ ചർച്ചാണോ എന്ന് ചിന്തിക്കുമാർ ഇതിനകത്ത് ഗ്ലോറി വെളിപ്പെടാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയ ദൈവത്തെ. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. ദൈവസഭയെ വെറുതെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ദൈവപുരുഷനെ വെറുതെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ദൈവമക്കളെ വെറുതെ ബഹുമാനിക്കാൻ പറ്റത്തില്ല, ദൈവസഭയ്ക്ക് വേണ്ടി വെറുതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സുവിശേഷം കടന്ന് കയറി ഭരിക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാത്ത വ്യക്തി സ്വാർത്ഥനായി പോകും, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായി പോകും. ഞാൻ കേട്ടത് അത്ഭുതമുണ്ടാക്കുന്ന സാക്ഷ്യമാണ്. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് സഹോദര സഹോദരി, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ലഭിച്ച മറുപടികളെക്കുറിച്ചും പലരും കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പണ്ട് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുമ്പോഴും ഞാനിപ്പോൾ മിനിസ്ട്രിയിലാണെന്നൊക്കെ അറിയുമ്പോഴും എൻ്റെ സഹപാഠികൾ മുഖേന അവരറിയുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്നോട്, എടാ നീ എങ്ങനെയാടാ ഇതിലായേ, നീ എങ്ങനെയാടാ ഈ കാര്യങ്ങളൊക്കെ, നീ എന്നാ ഇങ്ങനെ ഇതിലോട്ട് പോയി, എത്ര നാളായി? അത്ഭുതം തോന്നുന്നു, അത്ഭുതം തോന്നുന്നു. കാരണം പണ്ടത്തെ രീതിയാണെങ്കിൽ
എടാ നീ ഇതിലെങ്ങനെയാടാ വന്നത്, നീ ഈ സത്യസുവിശേഷമൊക്കെ എങ്ങനെയാടാ കൈകൊണ്ട് എടുത്തേ എന്നാ ചോദിക്കുന്നതിന് അത്ഭുതപ്പെടുത്തുവാൻ കഴിയും. ദൈവഭൃത്യനായ പൗലോസ്ലീഹ അത്ഭുതപ്പെട്ടു പോയി എപ്പഫ്രാസിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ. കൊലോസ്യ സഭയുടെ വളർച്ച, ദൈവം ഒരു സഭയിലേക്ക് കയറിയാൽ ആ സഭ വളരും. ദൈവം ഒരു വ്യക്തിയിലേക്ക് കയറിയാൽ ആ വ്യക്തി വളരും. ദൈവം ഒരു കുടുംബത്തിലേക്ക് കയറിയാൽ കുടുംബം വളരും. ദൈവം നിന്നിൽ കടന്നാൽ നീ വളരും. ദൈവ ശബ്ദം നിന്റെ അകത്ത് മുഴങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനനങ്ങൾ ഉണ്ടാകും. നിന്നിൽ നിന്ന് ജനനങ്ങൾ. നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്കകത്ത് ജീവൻ ഉണ്ടാകും. നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വചസ്സുകൾക്കകത്ത് ചൈതന്യമുണ്ടാകും. നിന്റെ വാചകങ്ങളിലൂടെ പുറത്തു വരുന്ന പ്രാർത്ഥനകൾക്കകത്ത് ജീവൻ വെപ്പിക്കുന്ന ആത്മാവുണ്ടാകും. Mighty God in Jesus name. Hallelujah. ആ സുവിശേഷം, ആറാമത്തെ വാക്യം, ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അതാ വചനം. ആ സുവിശേഷം ഏതാ സുവിശേഷം? ജീവൻ വെപ്പിക്കുന്ന സുവിശേഷം, ഒരു വ്യക്തിയെ പണിതെടുക്കുന്ന സുവിശേഷം, ഒരു വ്യക്തിയെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുന്ന സുവിശേഷം, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒരുവനെ പണിതുയർത്തുന്ന സുവിശേഷം. സർവലോകത്തിലും എന്ന പോലെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സർവലോകത്തിലും ദൈവത്തിന്റെ വചനം കറങ്ങി നടന്നു. പക്ഷെ എല്ലാവരെയും തൊട്ടില്ല സഹോദര, എല്ലാവരെയും തൊട്ടില്ല സഹോദരി. ഇന്നും സുവിശേഷം കേൾക്കുമ്പോ സീരിയൽ കാണുന്ന പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നും സുവിശേഷം കേൾക്കുമ്പോ ഒരു നാടകം കാണുന്ന പോലെ ഇരിക്കുന്നവരുണ്ട്. ഇന്നും ദൈവവചനം കേൾക്കുമ്പോ കാലുമേ കാലുവിട്ടിരിക്കുന്നവരുണ്ട്. നിന്റെ മേൽ കടന്നിരിക്കുന്ന ആത്മാവിന്റെ സ്വഭാവമേ ദൈവവചനം കേൾക്കുമ്പോ വെളിപ്പെടത്തുള്ളൂ. മൈറ്റി ഗാഡ്. മറിയ ഇരുന്നു, യേശു വന്നായിരുന്നോ, വരിക വരിക വരിക, നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് കാലുമേ കാലുവിട്ട് ന്യൂജൻ മറിയെ അല്ല ഞാൻ അവിടെ കണ്ടത്. ഹല്ലേലൂയ. ന്യൂജൻ മറിയെ അല്ല ഞാൻ അവിടെ കണ്ടത്. കർത്താവിനെ കണ്ടപ്പോൾ തിരുവചനത്തിന്റെ മുഴുവൻ സിലബസും വന്നു എന്ന് തിരിച്ചറിഞ്ഞ മറിയ പാദപീഠത്തിൽ ഇരിക്കേണ്ട പോലെ ഇരുന്നു. മറിയക്കകത്ത് കയറിയ ആത്മാവ് വേറെയാ, അതുകൊണ്ടാണ് മറിയ ഇരിക്കേണ്ട പോലെ ഇരുന്നു. മാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ്പുൾ ട്രെയിൻ ഓടുന്ന പോലെ ഓടുക യേശുവിന് വേണ്ടി ഒരുക്കാൻ. അടുക്കള ഭൂതത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അടുക്കളയ്ക്കകത്ത് നീ ഇറങ്ങിയിട്ടും അടുക്കളയ്ക്കകത്ത് പണി ഒതുങ്ങിയിട്ടും ദൈവത്തെ വിളിക്കുക മേലാന്നുള്ള അവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, മാർത്തയിൽ നിന്ന് മറിയയിലേക്കൊരു കൺവേർഷൻ ദൈവം നിനക്ക് തരാൻ പോവുക. In the name of Jesus Christ. മറിയയെ സ്വാധീനിച്ച വചസ്സിന്റെ പ്രത്യേകതയാണ്. മറിയ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്നു. ഇന്നും എനിക്ക് ദൈവവചനം കേൾക്കുന്ന ആൾക്കാരുടെ മുഖഭാവവും അവരുടെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ ഇടയ്ക്കൊരു ദേഷ്യവും അതിലേറെ സങ്കടം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഓരോ സഭയിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അവർ ദൈവവചനം കേൾക്കുമ്പോൾ ചിരിക്കും, ചിലർ ചിരിച്ചുകൊണ്ടിരിക്കും ദൈവവചനം കേൾക്കുമ്പോൾ. അത് ലാഫിങ് അനോയിന്റിങ് ആണെന്ന് മാത്രമേ എന്നോട് പറയരുത്. എനിക്ക് മനസ്സിലാവും ഓരോ ചിരി എന്താന്ന്. നല്ല കഥയാ, നല്ല രസമുണ്ട് കേൾക്കാൻ. അയ്യോ രാജാവ് വന്നെന്നോ, കർത്താവിൻ്റെ തീയോ. വചനം കേൾക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ ചർച്ചയിലിരിക്കുന്നേക്കാൾ നല്ലത് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. തിരിച്ചറിയണം ആ സുവിശേഷം. ഞാൻ ഈ വചനമായോണ്ടാ ഈ കാര്യം പറയുന്നത്. ഈ വചനം ഇന്ന് എൻ്റെ വായിൽ കർത്താവ് തന്നോണ്ടാ. ആ സുവിശേഷം, മൈ ഗാഡ്, ആ സുവിശേഷം സർവ ലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. എല്ലാവരുടെ അടുക്കലും എത്തി. പക്ഷേ 5000 പേര് ഈ വചനത്തെ നിരസിച്ചപ്പോ 5 എണ്ണം കൊലോസ്യയിലുള്ളത് ഈ വചനത്തെ സ്വീകരിച്ചു. അത്രയേ ഉള്ളൂ ഈ വചനത്തിന്റെ അർത്ഥം. അല്ലാതെ 5000 പേരിലേക്കും ഈ വചനം ചെന്നപ്പോൾ അയ്യോ ജീവനുള്ള വചനമാണോ, അയ്യോ ഇത് എൻ്റെ രക്ഷയ്ക്കാണോ, എനിക്കായിട്ടാണോ യേശു മരിച്ച്, അങ്ങനൊന്നും സ്വീകരിച്ചു എന്ന് വചനം പറയുന്നേയില്ല. ഞാനൊരു ദൂത് പറയാം. പലരുടെ അരികിലും എത്തിയിട്ട് സ്വീകരിക്കാത്ത ഈ വചനം
പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, പ്രിയപ്പെട്ട കർത്തൃദാസനെ, നമ്മളൊക്കെ സ്വീകരിച്ചതുകൊണ്ടല്ലേ ഇന്നും പല ദുർശക്തികളെയും മെതിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ സുവിശേഷം കേൾക്കാനും പ്രസംഗിക്കാനും പറ്റുന്നേ. പലരെയും നീ ഈ വചനം എടുക്കണ്ട എന്ന് സ്വാധീനിച്ച ആത്മാവിനെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞു. നീ ഈ വചനം കേൾക്കണ്ട എന്ന് പറഞ്ഞ ആത്മാവിനെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ പ്രസംഗം എന്നും കേൾക്കുന്നതാ എന്ന് പറഞ്ഞ അവരെ അടിച്ചോണ്ട് പോയ ആത്മാവിനെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും ഈ സത്യ സുവിശേഷത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നേ. ഹല്ലേലൂയ. പലവട്ടം കാറ്റ് നിന്റെ മേൽ അടിച്ചതാ, പക്ഷെ നീ അറിഞ്ഞില്ല. ദൈവം അതിനെ പാറ്റി. ഹല്ലേലൂയ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഞാൻ ആത്മാവിലെ ഈ വചനം ഇന്ന് കൈമാറിക്കൊണ്ടിരിക്കുന്നേ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഫലം കായ്ച്ചിരിക്കും. പ്രിയപ്പെട്ട കുടുംബമേ, ഈ ഫലം നിങ്ങളുടെ കുടുംബത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഫലം കായ്ച്ചിരിക്കും. ഈ ദൂത് നിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നീ വർദ്ധിച്ചിരിക്കും. എല്ലാ വർധനവിന് വിരോധമായി വ്യാപരിക്കുന്ന അശുദ്ധ മണ്ഡലങ്ങളെ ഞാൻ ശാസിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്ന് നമുക്ക് അതോടെ വായിച്ചു നിർത്താം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ അനുഗ്രഹീത തിരുവചനം ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. അപ്പോ ഒരു കൈവെപ്പിനാൽ ഇവരിൽ ഫലമുണ്ടാകണമെന്ന് പൗലോസ്ലീഹ ആഗ്രഹിച്ചു. എന്നാൽ തനിക്ക് ഫിസിക്കലി അവിടെ എത്തി അവരെ ബ്ലസ് ചെയ്യാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിലും നിരന്തരം ആ സഭയെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയുകയാണ്. ഒരുപക്ഷെ ഒരു ദൈവദാസനെ നിങ്ങൾ നേരിൽ കാണാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാഗ്രഹിച്ചിട്ടും നിങ്ങൾക്കതിന് പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി ഒരു ആരാധന അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷെ ഞാൻ ദൈവകൃപയിൽ നിറഞ്ഞു പറയുന്നു, ഈ വചനം നിന്റെ വീടിനകത്ത് ഈ ശബ്ദത്തിൽ കൊണ്ടെത്തിച്ച പരിശുദ്ധാത്മാവിന് ആമേൻ അവിടുന്ന് ഇച്ഛിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ വല്ല ഫലവും ഉളവാക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു. ദൈവവചനം ഉറപ്പിച്ചു, ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പൗലോസ് എന്ന ഞാൻ ആഗ്രഹിച്ചിട്ട് നടന്നില്ല. പക്ഷേ ഒന്നിനും തടസ്സമില്ലാത്ത പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് വരും. അതാ വചനത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവദാസന് നിങ്ങളുടെ അരികിൽ വരാൻ ഒരു സാഹചര്യമില്ലെങ്കിൽ, ഒരു ദൈവദാസിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ ഒരു സാഹചര്യമില്ലെങ്കിൽ, ഒരു ചേർച്ചിന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാഹചര്യമില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാൻ സാഹചര്യമില്ലെങ്കിൽ, തടസ്സങ്ങളോ ബന്ധനങ്ങളോ ഇല്ലാത്ത പരിശുദ്ധാത്മാവിനെ നിന്റെ അരികിലേക്ക് വിളിക്കുക. ഈ സമയം വിളിക്കുക. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ വന്നാൽ ഫലമുണ്ടായിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ മക്കളുടെ അരികിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ ഫലമുണ്ടായിരിക്കും. നിന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ഒരു വാക്കവിടെ ചേർക്കുന്നുണ്ട്, അടുക്കൽ. പൗലോസ് എന്ന മനുഷ്യൻ, ദൈവഭൃത്യൻ, ദൈവത്താൽ സ്പർശിക്കപ്പെട്ടവൻ, ജാതികളിൽ ഫലമുണ്ട്, നിങ്ങളിൽ ഫലമില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നാൽ ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, ഞാൻ വന്നാൽ, ഞാൻ കൈവച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളിൽ ജ്വലനമുണ്ടാകും എന്ന് പറയുന്നു എങ്കിൽ, ആ
പൗലോസിനെ വിളിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ വന്നാലുള്ള അവസ്ഥ എന്താ? ഞാൻ ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ അരികിൽ ക്ഷണിക്കുകയാണ്. ഞാൻ ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ കൂടാരത്തിനകത്ത് ക്ഷണിക്കുകയാണ്. ഞാൻ ആ പരിശുദ്ധാത്മാവിനെ ഈ പ്ലാറ്റ്ഫോമിൽ ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് കഴിഞ്ഞുള്ള ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫലമുണ്ടാകും, ഫലം കായ്ക്കും. നിന്റെ ഫലം കായ്ക്കുന്ന ആ മേഖലയെ പോലും ബന്ധിച്ചു കളഞ്ഞ ബന്ധനങ്ങൾ ഇപ്പോൾ ഈ വചനശക്തിയിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ മുടക്കം വന്നു. ആർക്കാ? പൗലോസിന്. മനുഷ്യ മുടക്കം വരും. പക്ഷേ മുടക്കിയിട്ടിരിക്കുന്നതിനെ മുടക്കിക്കളഞ്ഞിട്ട് അടുത്തു വന്ന പരിശുദ്ധാത്മാവിനെ നീ തിരിച്ചറിഞ്ഞാൽ നീ ഫലം കായ്ക്കും. ഈ പരിശുദ്ധാത്മാവ് നിനക്ക് മുടക്കിയിട്ടിരിക്കുന്നതിനെ മുടക്കം വരുത്തും. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കൽ ചേർന്ന് നിന്നാൽ നീ പലർക്കും പൊരുള് തിരിച്ചു കൊടുക്കുന്നവനായി മാറും. ചേർന്ന് നിന്നാൽ നീ പലരെയും ബലപ്പെടുത്തുന്നവനായി മാറും. ചേർന്ന് നിന്നാൽ നീ പല രഥത്തിനും മുമ്പേ ഓടുന്നവനായി മാറും. കാര്യം എന്താ? തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ഞാൻ അതോടെ വായിച്ച് നിർത്തുക കേട്ടോ, ഇന്ന് ഇച്ചിരി കൂടുതലായല്ലോ സമയം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം ഒന്ന് എടുത്തേ ദൈവമക്കളെ. ഒന്നുകൂടെ ഞാൻ പറയാം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ഈ വാക്ക് ശ്രദ്ധിക്കണം, അടുക്കൽ വരുന്നത്. എവിടെയെങ്കിലും തെന്നിത്തെറിച്ച് കേട്ടിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, മനമങ്ങും മിഴി ഇങ്ങും ഇരുന്നിട്ടും കാര്യമില്ല. അടുക്കൽ വരണം. ഇതാ ഈ വചനവും നമ്മുടെ പാറമേൽ വീണ വിത്തും മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തും നല്ല നിലത്ത് വീണ വിത്തും വഴിയരികിൽ വീണ വിത്തുമായിട്ട് ഭയങ്കര കണക്ഷനാട്ടോ. മണ്ണുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വിത്തിനെ ഉള്ളു വളർച്ച. ഗ്ലോറി, ഹല്ലേലൂയ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. അപ്പം ഒരു കാര്യമുണ്ട്, എൻ്റെ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് വചനമായി മാത്രമല്ല വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് വചനമായി എടുക്കുന്നവർക്ക് വചനമായും ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. പിശാചിനും മനുഷ്യനും ഒക്കെ നിങ്ങളെക്കുറിച്ച് ഒരു നിശ്ചയമേ ഉള്ളൂ: തകർക്കുക, ഇവളെ ആത്മീയത്തിൽ തകർക്കുക, തടയുക, ഇവനെ ജീവിതത്തിൽ ഗതി പിടിക്കാൻ അനുവദിക്കാതിരിക്കുക, വല്ല വിധേന ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവരെ വലിച്ചെടുത്തുകൊണ്ട് പോവുക. ഇതേ ഉള്ളൂ. പക്ഷേ ബഹുനിശ്ചയത്തോടെ തമ്പുരാന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് വിളിച്ചു പറയാനാണ് ഇന്ന് ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നു. സാത്താൻ ഒന്നേ ചെയ്യാനൊക്കത്തുള്ളൂ, നിങ്ങളെ തകർക്കുക. പക്ഷെ എൻ്റെ കർത്താവിന് നിങ്ങളെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭയങ്കര. സാത്താൻ ഒറ്റ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, തകർക്കുക. അതിനപ്പുറം ഒന്ന് ചെയ്ത് കാണിക്കണോ? ഹല്ലേലൂയ. സാത്താനോടുള്ള വെല്ലുവിളിയാണ്. പക്ഷെ തമ്പുരാൻ കരങ്ങളിലെടുത്താൽ ഒന്ന് നീ വളരും, നീ ഫലം കായ്ക്കും, നീ അടുത്ത തൈ ഉണ്ടാക്കും, അടുത്തതിനെ നീ വളരുമാറാക്കും, നീ പലർക്ക് എന്തോരം കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഒരുവൻ കയറിക്കഴിഞ്ഞാൽ ചെയ്യാനെന്നറിയാവോ? പിശാചിന് സംഭവിച്ചത് ഇവിടെ വന്നവനും ചെയ്യാൻ അറിയത്തുള്ളൂ. അവനെ വെട്ടിയങ്ങിട്ട് ഇവനും മറ്റുള്ളവരെ വെട്ടുന്ന ഒരാളായി മാറി. ദൈവത്തിൻ്റെ സേനയെ ഞാനൊരു കാര്യം വിളിച്ചു പറയുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണെന്നറിയാവോ? മനുഷ്യനെ മനുഷ്യനായിട്ട്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മനുഷ്യനെ മനുഷ്യനായിട്ടല്ല കർത്താവ് സൃഷ്ടിച്ചത്. മനുഷ്യൻ തന്നെ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടും ചുമ്മാ തിന്നാനും കിടന്നുറങ്ങാനും മാത്രമല്ല. കർത്താവ് ഉണ്ടാക്കിയിട്ടത് മുഴുവനും ദൈവത്തിൻ്റെ കയ്യിലെ സ്ട്രോങ് വെപ്പൺസ് ആണ്. ഐ ആം എ വെപ്പൺ ഓഫ് ഗാഡ്. ഐ ആം എ സ്ട്രോങ് വെപ്പൺ ഓഫ് ഗാഡ്. യു ആർ എ സ്ട്രോങ് വെപ്പൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് നമ്മൾ. ആർക്കെതിരെ പയറ്റാനാ? മനുഷ്യർക്കെതിരെ പയറ്റാനല്ല. മനുഷ്യനെ തകർത്ത സാത്താനെ തകർക്കാനുള്ള ആയുധങ്ങളാണ് ദൈവത്തിൻ്റെ മനുഷ്യർ. വെറും സാധനമൊന്നും അല്ല. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വെപ്പൺസ് ആണ്. നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മളെ ബ്ലാസ്റ്റ് ആവാൻ സമ്മതിക്കത്തില്ല.
പിശാചിന്റെ നേരെ ഒരുവൻ നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ അവൻ മുട്ടും മടങ്ങിയിരിക്കും, പക്ഷെ നിൽക്കാൻ അനുവദിക്കത്തില്ല. കാര്യം എന്താ? ഫിയർ. കാരണം ഞാൻ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത. ദൈവത്തിന്റെ സ്ട്രോങ് വെപ്പണാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. നമ്മൾ ആത്മമനുഷ്യനാണെന്ന് പറയാൻ കാര്യം എന്താ? നമ്മുടെ പവർ മുഴുവൻ കിടക്കുന്നത് ആ ആത്മാവിലാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പൊട്ടി വരാൻ ദേഹി അനുവദിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയാ. സഹോദര, നിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ആലോചന വന്നത്. സഹോദരി, നിങ്ങളുടെ അടുത്ത് ദൈവത്തിന്റെ ആലോചന വന്നത്. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ അടുത്ത് ദൈവത്തിന്റെ ആലോചന വന്നത്. നമ്മൾ അതിനെ ഒരു പ്രവചനമായിട്ടും ഒരു ദൂതായിട്ടും ഒരു ദൈവിക ആലോചനയായിട്ടും ഒരു നാള് നോക്കലായിട്ടും ഒരു സമയം കൊള്ളാമോ നോക്കലായിട്ടും ഇന്ന് ട്രെയിന് കിട്ടുമോ നാളെ ഫ്ലൈറ്റിൽ കയറുമോ ഇതിനായിട്ടും ഒക്കെ മാറ്റി ആയുധത്തിന്റെ മൂർച്ച കുറഞ്ഞു പോകാൻ വേറെ ഒന്നും വേണ്ട. ദൈവശബ്ദത്തെയും ദൈവവചനത്തെയും ഈ പണിക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. നിങ്ങളെന്ന ആയുധത്തിന്റെ മൂർച്ച കുറയാൻ വേറെ ഒന്നും വേണ്ട. Praise the Lord. Hallelujah. എനിക്കൊരാളൊരു മെസ്സേജ് ഇട്ടേക്കുക. ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ്, പ്രാർത്ഥിച്ചു നോക്കിയേ ഞാൻ ഇവിടെ നിൽക്കുമോ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഞാൻ ഇവിടെ നിൽക്കുമോ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. എടോ, താൻ എവിടെ നിൽക്കത്തില്ല നിർബന്ധം പിടിച്ചാൽ പിന്നെ ദൈവത്തിന് എന്തോ ചെയ്യാൻ നോക്കും? താൻ എവിടെ രണ്ട് കാലിൽ നിൽക്കുവോ രണ്ട് കൈയും കൂടെ കുത്തി നിൽക്കുവോ എന്നുള്ളത് പറയലാണോ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്രവചനവും ദൈവത്തിന്റെ പ്രവാചകനും? ദൈവത്തിന്റെ വചനം എടുക്കുന്ന എന്തിനാ? യു ആർ എ വെപ്പൺ ഓഫ് ഗാഡ്. യു ആർ എ വെപ്പൺ ഓഫ് ഗാഡ്. യു ആർ എ സ്ട്രോങ് സ്വോർഡ് ഓഫ് ഗാഡ്. ആ വ്യക്തി ചോദിക്കുക, എനിക്ക് മൂർച്ച ഉണ്ടോന്നൊന്ന് നോക്കിയേ. തീർന്നില്ല അവിടെ. അതോടെ ആയുധത്തിന് പിശാചിനൊരു ചെറിയ വാക്ക് കിട്ടിയാൽ മതി, ആദ്യമേ വള്ളി തൂങ്ങി കയറുന്ന പോലെ കയറും. ചെറിയ ഇടം മതി കേട്ടോ അവന്. പരിശുദ്ധാത്മാവിന് കയറാൻ തുറന്നിട്ട വാതിൽ വേണം, പക്ഷെ സാത്താന് കയറാൻ ചെറിയൊരു കീഹോളിന്റെ അത്ര പോലും വേണ്ട, ചെറിയൊരു സൂചിദ്വാരം മതി. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും. ഈ വാക്ക് കേൾക്കുമ്പോൾ അറിയാൻ ശക്തി ഇല്ലാന്ന്, ഈ ചോദ്യം കേൾക്കുമ്പോൾ അറിയാൻ ശക്തി ഇല്ലാന്ന്. പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. വചനമിട്ട ദൈവത്തിനും വചനം അയച്ച ദൈവത്തിന്, ദൂത് പറയിച്ച ദൈവത്തിന്, പ്രവചിപ്പിച്ച ദൈവത്തിന് അറിയാം ബഹുനിശ്ചയമാണ് എന്നെക്കുറിച്ച്. എന്നാലും എനിക്ക് സംശയമാണ് എന്നെക്കുറിച്ച്. ഞാൻ കൊള്ളാമോ കൊള്ളത്തില്ലേ? എന്നെ ദൈവത്തിന് വേണ്ട? എന്നെ ദൈവം തുപ്പിക്കളഞ്ഞതാണോ, ഉമിഴ്ന്ന് കളഞ്ഞതാണോ, ചവിട്ടി തേച്ചതാണോ, ഞാൻ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയതാണോ? നോ. ദൈവത്തിന്റെ ആലോചന ഒരിക്കലെങ്കിലും കേട്ട ദൈവ പൈതലേ, നിന്നെ ദൈവത്തിന് വേണം. അത് ബഹുനിശ്ചയമാണ്. ഒരിക്കൽ പെയ്ത മഴയെങ്കിലും അനുഭവിച്ച പ്രിയപ്പെട്ട കുടുംബമേ, ഒരിക്കലെങ്കിലും പെയ്ത മഴ അനുഭവിച്ച പ്രിയപ്പെട്ട കുടുംബമേ, നിന്നെ ദൈവത്തിന് വേണം. നിന്റെ കുടുംബത്തെ ദൈവത്തിന് വേണം. ദൈവം നിന്നെ കളയത്തില്ല. കാരണം ബഹുനിശ്ചയത്തോടെയാ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ സ്വർഗം അയച്ചത്. അപ്പുറത്തവന്റെ മേൽ പെയ്തപ്പോ തല കാണിച്ചു കൊടുത്തപ്പോ ഒരു തുള്ളി നമ്മുടെ തലേ വീണതല്ല ദൈവ സാന്നിധ്യം. നിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം വീഴണമെന്ന് അവിടെ നിശ്ചയിച്ചിട്ട് വീണതാ. ഒരിക്കലെങ്കിലും നീ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ, ക്രിസ്തുവിലേക്ക് മടങ്ങി വാ. ബഹുനിശ്ചയത്തോടെ ഉള്ള ഒരു ദൂത് നിന്റെ മേൽ കിടപ്പുണ്ട്. ബഹുനിശ്ചയത്തോടെ ഉള്ള ഒരു ആലോചന നിന്റെ മേൽ കിടപ്പുണ്ട്. ബഹുനിശ്ചയത്തോടെ നിന്റെ മേൽ അയച്ച പരിശുദ്ധാത്മാവ് നിന്റെ അകത്തിരുന്ന് തിങ്ങുക, നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആ അളവിലേക്ക് വളർത്തുവാൻ. Come on, come back to Jesus. Come back to Jesus. Come back to the presence of God. Amen, 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 amen. ബഹുശക്തിയോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്നറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട്, ശ്രദ്ധിച്ച് കേൾക്കാ വചനം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ
പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. കഷ്ടം വരുന്നത് എന്തിനാണെന്നറിയാമോ? ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം വരുത്താനാ. ഒന്നുകൂടെ പറയാം, കഷ്ടം വരുന്നത് എന്തിനാണെന്നറിയാവോ? അല്ലെങ്കിൽ കഷ്ടം കൊണ്ട് ഇങ്ങോട്ട് ഞെക്കിത്തരുന്ന എന്തിനാണെന്നറിയാവോ? ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം വരുത്താനാ. എന്നാൽ ബഹു കഷ്ടം, ബഹുനിശ്ചയത്തോടെ ദൈവത്തിന്റെ വചനം വന്നോണ്ടാ ബഹു കഷ്ടം വന്നേ. അപ്പൊ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ, വചനം എന്നെ ചൂണ്ടുവാ, നിങ്ങൾ പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഒരു സാക്ഷിയാകാനാ ദൈവം താങ്കളെ വിളിച്ചേ. ഞാനിവിടെ നിർത്തുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാ. ഒരു സാക്ഷിയാകാനാ പരിശുദ്ധാത്മാവ് താങ്കളെ വിളിച്ചേ. അത് ദൈവത്തിന് നിന്റെ മേലുള്ള ബഹുനിശ്ചയമാണ്. You are a chosen person. You are a chosen person. That God is going to use you in His mighty hands. Barufike makayasi. If you are believe in this word today, that God is going to touch you. Resalayis mahosirahafar egoshia. ഒത്തിരി ദൂരത്ത് നിന്നായിരിക്കും മാന്യമിത്രം എന്നെ കാണുന്നത്, ഒത്തിരി അകലെ. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്റെ സമീപയാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം എന്നോട് പലരോടും പറയാൻ പറയുക, പ്രകാശിക്കുമെന്ന്, നിങ്ങൾ പ്രകാശിക്കുമെന്ന്, നിങ്ങൾ പ്രകാശിക്കുമെന്ന്. വിശ്വസിക്കുന്നവർ മാത്രം ആ കണ്ണുകളൊന്ന് അടച്ച് ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ ശ്രമിച്ചേ. ആ സാന്നിധ്യം ഒന്ന് പകരണമേ എന്നൊന്ന് പറഞ്ഞേ. ആ സാന്നിധ്യം ഒന്ന് പകരണമേ എന്ന് പറഞ്ഞേ. ദൈവം നിന്നെ തകർന്നു പോകാൻ വിളിച്ചതല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ പരാജയപ്പെട്ടു പോകാൻ വിളിച്ചതല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നെ ദൈവം കളഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പലരെയും പരിശുദ്ധാത്മാവ് തൊടുന്നൊരു കാഴ്ച എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്കൊരു സ്പിരിറ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഇതിനെ തൊടുകയാണ്. യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ എന്ന് എനിക്ക് കാണാം. ചില വ്യക്തികൾ കരഞ്ഞുകൊണ്ട് മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു കാഴ്ച. ദൈവം നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോവുക. കാരണം ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ബഹുനിശ്ചയത്തോടെ ദൈവം നിന്റെ മേൽ അയച്ചതാ. ദൂത് ദൈവം അയച്ചതാ. ആലോചന ദൈവം അയച്ചതാ. ശക്തി ദൈവം അയച്ചതാ. പരിശുദ്ധാത്മാവ് ദൈവം അയച്ചതാ. ശുശ്രൂഷ ദൈവം അയച്ചതാ. Rikatala sikabana hathuni riga libana hathjubahadu neshahana hada rikada baba rikada shikada ba. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ചിലരുടെ മേൽ അടിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ചിലരെ തൊടുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ വരുന്നു. ബഹുനിശ്ചയത്തോടെ ഉള്ള ശക്തിയും ശബ്ദവും ചില വ്യക്തികളെ തൊടുന്നുണ്ട് ഈ സമയം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും എന്ന വചനം പോലെ ചിലരുടെ മേൽ ദൈവശക്തി തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വചനം എന്തിന് അയച്ചു എന്ന് തിരിച്ചറിയുമാർ ഒരു ദൈവശക്തി വിശ്വസിക്കുന്നവരെ തൊടുന്നു. ഇത് സൗഖ്യമായി ഈ ശക്തി വെളിപ്പെടുന്നു. സൗഖ്യമായി വെളിപ്പെടുന്നു. വിടുതലായി വെളിപ്പെടുന്നു. ഓ, മനോധൈര്യമായി വെളിപ്പെടുന്നു. അഭിഷേകമായി വെളിപ്പെടുന്നു. കർത്താവേ, ഞാൻ ഈ ജനത്തെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തൊടുക പിതാവേ. വിശ്വസിക്കുന്നവരെ, കൊതിക്കുന്നവരെ, ദാഹിക്കുന്നവരെ തൊടുക. Right now, touch. Fata rasabato sabakaya limata lembro shabara rakava ലിമറ്റസീരിയ റൂസ ബഹദോസ് അബ്ഷദാര. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. റിഖവാന സിഖേനോ റമനബദശ്
പിതാവേ, ഞാൻ ഈ ജനത്തെ അവിടുത്തെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. വെളിപ്പെട്ട് നിൽക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ സാന്നിധ്യം ഈ ജനത്തെ തൊട്ടുവല്ലോ, ഇവരെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ബഹുനിശ്ചയത്തോടെയുള്ള അങ്ങയുടെ ആത്മസ്പർശനത്തിന് നന്ദി കർത്താവേ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചിക ശക്തികൾ കീഴടങ്ങട്ടെ, അത്ഭുതവും അടയാളവും വെളിപ്പെടട്ടെ, ഉണർവ് ഈ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട കുടുംബത്തിന് ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുക്കുക. ഒപ്പം മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ ശുശ്രൂഷകൾ 2 നേരം സൂമിലും യൂട്യൂബിലുമായി ഞങ്ങൾക്ക് നടത്തപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങാതെ നിങ്ങൾ എല്ലാ സന്ദേശങ്ങളും കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ വിളിച്ച് സമയം ഒന്ന് ചോദിച്ചതിന് ശേഷം കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം നിങ്ങൾ എടുത്തിട്ട് വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നേരിൽ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് ഇന്നത്തെ മെസ്സേജ് തൊട്ടിട്ടുണ്ട്. വലിയ അത്ഭുതം കർത്താവ് പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. I bless you in Jesus' almighty name. Amen.